ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മോർണിംഗ് കൂടി ട്യൂഷന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വയലിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാവേ. ഈ സൈഡ് മൊത്തം വാഴക്കൃഷിയാണേ. ആദ്യമേ തൊട്ടേ വാഴക്കൃഷികളുണ്ട് ഇവിടെ. ഇതൊരു വലിയൊരു വയലായിരുന്നു. അപ്പം ഓരോരുത്തർ പാട്ടത്തിനൊക്കെ മേടിച്ചും അല്ലാതെ ഒക്കെ മേടിച്ചൊക്കെ ഒരു കൃഷി ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ആ കാണുന്നത് മരിച്ചീനി നട്ടതാണ്. ഇപ്പോൾ മരിച്ചീനിയൊക്കെ വിളവെടുത്ത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രണ്ടാമതൊരു കമ്പ് നട്ടേക്കുക. പിന്നെ അതിൻ്റെ അപ്പുറം മൊത്തം വാഴക്കൃഷിയാണ്. പിന്നെ അതിൻ്റെ അപ്പുറം സൈഡ് മൊത്തം പാവൽ കൃഷി, അങ്ങനെയുള്ള പലതരം കൃഷികൾ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം വാഴക്കൃഷിയാണ് മൊത്തം. ഇത്തിരി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെയാണ്. ഇപ്പുറ സൈഡ് റബ്ബറാണ്, ചെറിയൊരു കാട് കണക്കുണ്ട്. പിന്നെ ഇപ്പുറ സൈഡ് ഇവിടെ മൊത്തവും വാഴക്കൃഷിയാണ്. ആദ്യമേ തൊട്ടങ്ങനെ തന്നെ കൃഷി, വാഴക്കൃഷി, മരിച്ചീനി കൃഷി, അങ്ങനെയുള്ള പലതരം കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം വാഴയാണ്. പിന്നെ ഈ ഒരു വളവ് തിരിഞ്ഞ് നമ്മളിപ്പോൾ റോഡിൽ കയറും. നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ചെറിയൊരു ഇടവഴി കൂടെയാണ് പിന്നീട് പോകാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ നമ്മളിപ്പോൾ ചെന്ന് കയറുന്ന ഒരു റോഡ് ടാറിട്ട തടത്തിലാണേ. അപ്പോൾ റോഡാണത്. അപ്പോൾ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ആ കാണുന്നതൊക്കെ മരിച്ചീനി നട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ വാഴ കൃഷിയായിട്ടും ഇപ്പോൾ അവിടെ മരിച്ചീനിയാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ സൈഡ് മൊത്തം വേലി വെച്ചേക്കുന്നുണ്ടോ. പന്നി ശല്യം, ഭയങ്കര പന്നി ശല്യം അവിടെയൊക്കെ. അപ്പം എല്ലായിടത്തും ഇപ്പോൾ ഇങ്ങനെ വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്നത് ചെറിയൊരു തോട് കണക്കാണ്. ഞാൻ കാണിച്ചു തരാമേ ആ തോട്. അപ്പോൾ തോടെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഓര് കയറി ചാലെന്ന് പറയാൻ വേണമെങ്കിൽ, ഓര് ചാല് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളവിടെ നിന്ന് നടന്ന് ഇപ്പുറത്ത് സൈഡിൽ വന്ന് അതിൻ്റെ ബാക്കിയാണ് ആ കാണുന്ന ചാല്. പിന്നെ അവിടെ നിന്നപ്പോൾ നമ്മൾ പരിചയമുള്ളൊരു വീടുണ്ട്, ഒരു ചേച്ചിയുടെ വീടുണ്ട്. അവിടെ ആ സൈഡിലായിട്ട് ഒരു ജാമ്പ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയ സമയത്ത് നല്ല പഴുത്ത് നിറച്ച് നിൽക്കുമായിരുന്നു. ഇപ്പം വന്ന് നോക്കിയപ്പോൾ അതിൽ 2-3 ഉള്ളൂ. അപ്പോൾ പിള്ളേരൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് 2-3 ഒക്കെ കിട്ടി. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടി. നല്ല പഴുത്ത് നിൽക്കുമായിരുന്നു. കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, മൊത്തം പോയി. എല്ലാം എന്തൊക്കെ കടിച്ച് തറയിലൊക്കെ ഇട്ടേക്കുക. എൻ്റെ കയ്യിൽ കിട്ടിയൊക്കെ ഞാൻ പറിച്ച് കൊടുത്ത്. എന്നാലും എവിടെയൊക്കെ ഉണ്ടെന്ന് അവൻ കാണിച്ചു തരികയാണേ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറിച്ച് കൊടുത്തായിരുന്നു. ഇതാണ് മരം. ഇത്രയേ ഉള്ളൂ സംഭവം. പൊക്കം കുറവാണ്. ഈ കളർ അടിച്ചാണ് നിന്നത്. നല്ല ചുവപ്പ് റെഡ് കളറിൽ നിന്നാണ് അതിൽ നിന്ന് ഫുള്ള് കംപ്ലീറ്റ് നിന്നത്. അത്രയും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഞാനതൊക്കെ പറിച്ചു കൊടുത്ത്. ഇനിയുണ്ടെന്നാവും പറയുന്നത്. ഇപ്പോൾ 2-3 മണ്ടയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പറിക്കാൻ പറ്റത്തില്ല. അത് നീട്ടമുള്ള കമ്പുണ്ടെങ്കിൽ അത് പറിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ നോക്കിയിട്ടും പറിക്കാൻ പറ്റുന്നില്ല. അതുമല്ല, നല്ല ഇറമ്പിൻ്റെ കൂടാണ്. 2 സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ അവസാനം പറിച്ചപ്പോഴാണ് കണ്ടത്. ഞാൻ പറിക്കുന്ന അതേ സൈഡിലാണ് ആ ഇറമ്പും കുഴിക്കുന്നത്. പിന്നെ കിട്ടിയതൊക്കെ പറിച്ച് അവന് കൊടുത്ത്. അത് കഴിച്ചുകൊണ്ട് പോവാണ് പുള്ളിക്കാരൻ. നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല മധുരമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ആ കാണുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന സൈഡിൽ തന്നെ ഇപ്പുറ സൈഡിലായിട്ട് കാണുന്നത് പടവലമല്ല, പാവൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃഷി തുടങ്ങിയതേ ഉള്ളേ. ഇപ്പോൾ ചെറിയ പാവലൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. ഒരുപാട് വലുതായില്ല. പിന്നെ നടന്ന് നമ്മൾ പോകുന്നു. ട്യൂഷൻ വീട്ടിൻ്റെ അവിടെ എത്താറായി. അങ്ങനെ നടന്ന് പോവാം. ചാമ്പയ്ക്കും കഴിച്ച് പോവുകയാണ് ആശാൻ. സാധാരണ ഞാൻ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ റോഡ് എത്തുമ്പോഴാണ് അവനെ ഇറത്താറയിൽ ഇറക്കുന്നത്. അത് നടക്കാൻ ഭയങ്കര പാടാണ്. കുറച്ച് നേരം നടക്കുമ്പോൾ തന്നെ പറയാൻ കാല് കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മ എന്നെ എടുക്കുമെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എടുത്തിട്ട് പോകും, അവിടം വരെ എടുത്തിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിയുന്ന നേരത്തെ അവൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്. അവൻ അവിടെ എത്താൻ നേരത്ത് ഒത്താണ് പോകുന്നത്. അങ്ങനെ അവനെ കാണുമ്പോൾ പറയും, അമ്മ താറയാക്കുക, അത് മതി, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അവിടെ എത്തി. എന്നത്തെ പോലെ സ്പോട്ടിൽ അവിടെ എത്തിയേ. ഇനി അവൻ തിരിച്ച് നടന്നു പോകുന്നുണ്ട്. ചാമ്പയ്ക്ക് തീർന്നില്ല, ബാഗിൻ്റെ സൈഡിലിട്ടേക്കും. അത് കഴിച്ചാണ് പോകുന്നത്. അപ്പോൾ ട്യൂഷൻ്റെ വീടെത്തി, പഠിക്കുന്ന വീടെത്തി. അപ്പോൾ അത് ഒത്തിരി നല്ല സ്പീഡിൽ നടക്കുന്നത്. അപ്പോൾ ആ കാണുന്ന വീട്, ആ ഗേറ്റ് കാണുന്ന വീടാണ് അവൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന വീട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഓക്കെ ബായ്.